നമസ്കാരം. ഷാഫി പറമ്പിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. തീരുമാനമല്ല, നിലപാടിൻ്റെ കാര്യത്തിൽ ഷാഫി പറമ്പിലിനെ വെട്ടാൻ ആരുമില്ല. ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട, വർഗീയ ശക്തികൾ കാരണം ഞങ്ങൾ വിജയിക്കേണ്ട, ഞങ്ങളുടെ വിജയം ഒരു വർഗീയ കക്ഷിക്കും അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. ഇതാണ് പറച്ചിൽ. പിരായിരിയിൽ നിന്ന് വന്ന എന്തുവരെ വോട്ടായിരുന്നു? ന്യൂനപക്ഷ വോട്ടുകളായിരുന്നു പിരായിരിയിൽ നിന്ന് വന്നത്. ആ പിരായിരി എണ്ണി തുടങ്ങിയപ്പോഴാണല്ലോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിന് അല്പമെങ്കിലും ജീവനുണ്ടായി തുടങ്ങിയത്. അതുവരെ സി കൃഷ്ണകുമാറായിട്ട് 1000 എന്നുള്ള കണക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ വർഗീയ കക്ഷികളെ വേണ്ടത്രേ, വർഗീയത പറയുന്നവരെ വേണ്ടത്രേ. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു ചാനൽ അവതാരക അവരുടെ പരിപാടിക്കിടെ ചോദിച്ചാണ്, SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ എന്താണ്? ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട. അപ്പോഴും നേരിട്ട് പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ ആങ്കർ അല്ലെങ്കിൽ ആ ഒരു അവതാരക വീണ്ടും വീണ്ടും ചോദിച്ചത്, നിങ്ങൾ നേരിട്ട് പറയൂ, SDP-യുടെ വോട്ട് വേണോ വേണ്ടയോ, വേണ്ട എന്ന് പറയാൻ പറ്റുമോ എന്ന് അവർ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തിന്നാൻ കിട്ടിയ സാധനം എടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്നു. അതാണ് അന്ന് നടന്നത്. എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. സത്യത്തിൽ ഇതിന് പറയുന്ന പേരെന്തോന്നറിയോ? പാലം കടക്കുവോളവും നാരായണ, പാലം കടന്നാൽ പിന്നെ കൂരായണ. ഇത് തന്നെയാണ് സംഭവം. അവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണം ജയിക്കണമെങ്കിൽ. കാര്യം നഗരസഭ അടക്കമുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേഖലകൾ അടക്കമുള്ളിടത്തെല്ലാം അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് BJP-ക്ക് തന്നെയായിരുന്നു. നഗരസഭയൊക്കെ എണ്ണി തുടങ്ങുന്ന സമയത്ത് BJP-ക്ക് തന്നെയായിരുന്നു അവിടെ പാലക്കാട് മേൽക്കൈ ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിരായിരിയിലെയും മാത്തൂരും കണ്ണാടിയിലേക്കും ഒക്കെ കയറുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്. പിരായിരിയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടം അസ്ത്രം വിട്ടതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ ഈ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുമല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ വോട്ട് മേടിച്ച് ജയിച്ചിരുന്നിട്ട് ഇങ്ങനൊരു ഗീർവാണം അടിക്കാൻ ഷാഫി പറമ്പിലിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഞങ്ങളുടെ വിജയം ഒരു വർഗീയ പാർട്ടിക്കും ഒരു വർഗീയ കക്ഷിക്കും അവകാശപ്പെടാൻ കഴിയുന്നതല്ല. നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോ അടുത്ത വർഷം നടക്കാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പോ മുന്നിൽ കണ്ടുകൊണ്ട് 2026 പൊതുതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ ഇടത്തോടെ ഏതെങ്കിലും ഒരു പ്രചരണ വേദിയിൽ കയറി ഇരുന്നുകൊണ്ട് പറയാനുള്ള നട്ടല് ഈ പറയുന്ന ഷാഫി പറമ്പിലിനുണ്ടോ? ഞങ്ങൾക്ക് ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ നട്ടല് അന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴിത് പറയാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള എല്ലാ വർഗീയ കക്ഷികളെയും നിങ്ങൾ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. നാണമുണ്ടോ അങ്ങനെ പറയാൻ? ഇവരുടെ എല്ലാം തിണ്ണ നിരങ്ങി വോട്ട് മേടിച്ചെടുത്തിട്ട് ഏറ്റവും ഒടുവിൽ അവർ ഞങ്ങളുടെ വിജയത്തിൽ പിന്നെ ഈ വന്ന് വീണതെല്ലാം കോൺഗ്രസിന്റെ വോട്ടാണെന്നാണോ കരുതി വെച്ചിരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ എത്ര പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. കണക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വർഗീയ കക്ഷികളെ വേണ്ടത്രേ, അവരോട് ഹറാം അല്ലേ? ഇങ്ങനത്തെ കുറെ സമീപനങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. അതുവരെ കൂടെ നിന്നവരെ ഇതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് എതി പിടിക്കാത്തത്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സമരത്തിനായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നിർണയിക്കപ്പെട്ട സമയം മുതൽ അവിടെ നാട്ടുകാർ കടന്ന് ഹാലളകേണ്ട പ്രധാന കാരണം ഇതൊക്കെയാണ്. കൂട്ടത്തിൽ നിർത്താൻ കൊള്ളാവുന്ന ഒരുത്തം പോലും പാർട്ടിക്കുള്ളിലില്ല. ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തള്ളിപ്പറയും. ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിനെ തകർക്കുന്ന കുറേയധികം കാര്യങ്ങൾ. ഇതാണ് ഷാഫി പറമ്പിലും വ്യത്യസ്തനാവുന്നില്ല. ഷാഫി പറമ്പിലും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, വർഗീയ കക്ഷികൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ വിജയം. അതിന് മാത്രം വിജയിച്ചിട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സമയത്ത് ജനങ്ങൾ ഇതെല്ലാം ഓർത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ വർഗീയ കക്ഷികളെന്ന് വിളിച്ചാക്ഷേപിച്ചവരെല്ലാവരും ഇത് കേട്ടോണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അപ്പോൾ അന്ന് ഒരു പക്ഷേ ഇതിനെല്ലാമുള്ള മറുപടി ജനം തന്നിരിക്കും.